ഹലോ ഫ്രണ്ട്സ്, സുരേഷ് ഗോപിയെ നായകനാക്കി മേൽവിലാസവും അപ്പോത്തിക്കരിയും ഒക്കെ സംവിധാനം ചെയ്ത മാധവ് രാമദാസന്റെ പുതിയ ചിത്രമാണ് ഇളയരാജ. ഗിന്നസ് പക്രുവാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം സവിശേഷമായ മേക്ക് ഓവറിൽ ഹരിശ്രീ അശോകനും ശ്രദ്ധേയമായൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗോകുൽ സുരേഷിന്റെ ക്യാമിയോ അപ്പിയറൻസ് ആണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. തൃശൂർ റൗണ്ടിൽ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന വനജന്റെയും കുടുംബത്തിന്റെയും കഥയാണ് ഈ ചിത്രം. കപ്പലണ്ടി കച്ചവടക്കാരനായ വനജനായി വേഷമിട്ടിരിക്കുന്നത് ഗിന്നസ് പക്രുവാണ്. ദാരിദ്ര്യം, നിസ്സഹായത, നാളെ എന്ത് എന്നറിയാത്ത വിഹ്വലമായ ജീവിതം, ഇതൊക്കെയാണ് ഇളയരാജ ചൂണ്ടിക്കാണിക്കുന്നത്. സമൂഹത്തിൽ പലതുകൊണ്ടും പുറമ്പോക്കാകപ്പെട്ട മനുഷ്യർക്കിടയിൽ ഒരു പ്രതിഭയുടെ മിന്നലാട്ടമുണ്ടായാൽ എന്ത് വികാരമാവും ഇത്തരക്കാരുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാകുന്നത്? അഭിമാനവും പ്രതീക്ഷയുമല്ല, മറിച്ച് ഭയവും റിജക്ഷനുമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇളയരാജ ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി പേരുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ യഥാസമയം ഉണ്ടായാലേ ഇത്തരം പ്രതിഭകൾക്ക് സ്വയം ചിറക് മുളച്ച് ആത്മവിശ്വാസത്തോടെ പറന്നുയരാനാകൂ എന്ന സത്യം ഇളയരാജ ചൂണ്ടിക്കാണിക്കും. തൃശൂർ റൗണ്ടിൽ കപ്പലണ്ടി കച്ചവടം നടത്തി കുടുംബം പോറ്റുന്ന വനജന്റെ മകൻ സുബ്രു ചെസ്സിലും മകൾ അമ്പു സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷനിലും അസാമാന്യമായ കഴിവ് തെളിയിക്കുമ്പോൾ ഇവരെ ഉയർന്നു പൊങ്ങാൻ അനുവദിക്കാത്ത വിധം ചുറ്റിവരിയുന്ന പ്രതിബന്ധങ്ങളും നിരവധിയാണ്. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവർ സ്വയം ആർജിച്ചെടുത്തതാണ് ഈ കഴിവുകൾ. അതുകൊണ്ട് തന്നെ അത് അവരിൽ നിന്നും വിട്ടുപോകില്ല. ഇളയരാജ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ പ്രമേയങ്ങളും അവതരണവും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന ഗുഡ് ഫീൽ തരുന്ന സിനിമ തന്നെയാണ് ഇളയരാജ. പക്ഷെ നിരവധി പരിമിതികളും ചിത്രത്തിനുണ്ട് എന്ന് പറയാതെ വയ്യ. ഇളയരാജയുടെ മുഖ്യ പരിമിതിയായി ഞാൻ വിലയിരുത്തുന്നത് ഒരു പരിധിക്കപ്പുറം ശക്തമാകാതെ പോയ ചിത്രത്തിന്റെ രചന തന്നെയാണ്. നാടകീയത മനഃപൂർവ്വമായി സൃഷ്ടിക്കാൻ ശ്രമിച്ച് ഒട്ടും സ്വാഭാവികമല്ലാത്ത രംഗങ്ങൾ ഏച്ചുകെട്ടി ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ. ഉദാഹരണമായി സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന അമ്പുവിനുണ്ടാകുന്ന ചുമ പ്രേക്ഷകരെ തിയേറ്ററിൽ ഒന്നടങ്കം അസ്വസ്ഥരാക്കുന്ന, അങ്ങേയറ്റം കൃത്രിമത്വം ഫീൽ ചെയ്യുന്ന ഒരു ചുമയാണ് അത്. കാരണം അമ്പുവിന് അതിനു മുൻപും അതിനു ശേഷവും ഈ ചുമ നമ്മൾ കാണുന്നില്ല. ഇളയരാജയിലെ സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ കാണുമ്പോൾ അഖില ആൻഡ് ദ ബി എന്ന ലോക പ്രശസ്തമായ സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് അഖില ആൻഡ് ദ ബി. ഇളയരാജയിൽ വില്ലന്മാരെ സൃഷ്ടിക്കാൻ തിരക്കഥ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മേൽവിലാസമൊക്കെ സംവിധാനം ചെയ്ത മാധവ രാമദാസൻ ശരാശരിക്കും താഴെയുള്ളൊരു പ്രകടനമാണ് ഇളയരാജയിൽ നടത്തിയിരിക്കുന്നത്. കഥ തന്നെയാണ് മുഖ്യ പരിമിതിയായി ചിത്രത്തിലുള്ളത്. മാധവ രാമദാസനാണ് ചിത്രത്തിന്റെ കഥയും രചിച്ചിരിക്കുന്നത്. നിരവധി പുതുമുഖങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സുബ്രുവായി മാസ്റ്റർ ആദിത്യനും അമ്പുവായി ബേബി ആർദ്രയും വേഷമിട്ടിരിക്കുന്നു. ഇവരെ കൂടാതെ ജയരാജ് വാര്യർ, സതീഷ് പറമ്പോൾ, കവിതാ നായർ തുടങ്ങിയവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പപ്പിനിയു ആണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. രതീഷ് വേഗയാണ് സംഗീതം. 3 out of 5 ആണ് ഞാൻ ഈ ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പതിവ് പോലെ തുറന്നെഴുതുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി ഉടൻ തിരിച്ചു വരാം. അതുവരെ ബൈ.